സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കാര്യം അതെപ്പോഴാ? 2017 സോണിയാഗാന്ധിക്ക് ഗുരുതരമായിട്ടൊരു അസുഖം വന്നു. അസുഖം വന്നപ്പോ സ്വാഭാവികമല്ലേ, താൻ ബാധി ദൈവം ബാധി എന്ന് പറയപ്പെടുന്ന പോലെ മരുന്നുകളോടൊപ്പം ദൈവത്തെയും ആശ്രയിച്ചിട്ടുണ്ടാകും. BRM ഷഫീർ, കുറെ കൂടി സ്പെസിഫിക് ആകാം വേണമെങ്കിൽ എന്ന് ആ പേരുകളുടെ കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ പോലീസുകാരുടെ. ഇപ്പൊ ഇവിടെ എല്ലാ ആരോപണങ്ങളും സർക്കാരിനെതിരെ കോൺഗ്രസ് ഉയർത്തിയത് നിഷേധിക്കുകയാണ് CPM. അതായത് അന്വേഷണത്തിൽ എങ്ങനെയാണ് സർക്കാരിന് ഇടപെടാൻ പറ്റുക, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടപെടാൻ പറ്റുക? ഓരോ നടപടിയും ഹൈക്കോടതി മേൽനോട്ടം വഹിച്ചുകൊണ്ടുള്ളതാണ്, ഹൈക്കോടതിയുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നതാണ്. ഇപ്പൊ ഈ പോലീസുകാരെ പുതുതായി അന്വേഷണ സംഘത്തിൽ ചേർത്തത് ഉൾപ്പെടെ. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ആരോപണം നിൽക്കുക ഷഫീർ? പ്രിയപ്പെട്ട CPM-ന്റെ പ്രതിനിധി ശ്രീ സനോജ്, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, SIT-യിലേക്ക് ആളുകളെ നിയമിക്കുന്നത് ഹൈക്കോടതിയാണെന്ന് നിങ്ങളോട് ആരോടാണ് പറഞ്ഞത്? SIT-യിലേക്ക് ആളുകളെ നിയമിക്കുന്നത് ഹൈക്കോടതിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞതിലൊരു അർദ്ധസത്യമുണ്ട്. എന്താണെന്നറിയോ? ഹൈക്കോടതിയുടെ പെർമിഷനോട് കൂടി മാത്രമേ SIT-യിലേക്ക് ആളിനെ വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. SIT-യിലേക്ക് ആളിനെ വെക്കുന്നത് ഹൈക്കോടതിയല്ല. SIT-യിലേക്ക് രണ്ടുപേരെ കൂടി പിന്നെ SIT അംഗങ്ങളാക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെയും SIT-യുടെയും ശുപാർശ ഹൈക്കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഹൈക്കോടതി വെച്ചതല്ല. ശുപാർശ ചെയ്താര്? SIT-യെ നിയന്ത്രിച്ചതാര്? മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ആരോട് ചോദിച്ചത് നിങ്ങളുടെ സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ഒരാളെ പേര് പറഞ്ഞുതരാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും, സീനിയർ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായി കൺസൾട്ട് ചെയ്തിട്ടാണ് ഇന്ന ആൾക്കാരെ SIT-യിൽ നിയമിക്കണമെന്ന് ഹൈക്കോടതിയിലേക്ക് ശുപാർശ ചെയ്തതെന്ന് ഞാൻ പറയുന്നു. മറുപടി പറയാൻ പറ്റുമോ? 2 CI-മാരാണ് പുതുതായി, ഷഫീർ, ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തി തരാം. 2 CI-മാരാണ് പുതുതായി അന്വേഷണ സംഘത്തിൽ ചേർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവരെയാണ് ഭാഗമാക്കിയിട്ടുള്ളത്. അവർ 2 പേരും അവരുടെ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരുടെ അസോസിയേഷൻ ഭാരവാഹിത്വവും ആ അസോസിയേഷന്റെ രാഷ്ട്രീയ മുഖവുമല്ല ഞാൻ പറയുന്നത്. അന്വേഷണ ട്രാക്ക് റെക്കോർഡ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ സമർത്ഥരായ അന്വേഷണ ഉദ്യോഗസ്ഥരാണ്. ഒന്ന് CI ഷിബു, മറ്റൊന്ന് CI സുധീഷ്. പാലക്കാട് കിളിയല്ലൂരിലാണ് സുധീഷ് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്നത്. പത്തനംതിട്ട ക്രൈംബ്രാഞ്ചിലാണ് ഷിബു ഇരിക്കുന്നത്. ഷിബുവിന്റെ പശ്ചാത്തലമാണ് താങ്കൾ നേരത്തെ പറഞ്ഞത് നിലയ്ക്ക് വേണമെങ്കിൽ ഒന്ന് പറയാം. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തിരുവനന്തപുരം റൂറൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അതിന് ഒരു ഇടത് അനുഭവമുണ്ട് ആ സംഘടനയ്ക്ക് എന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം. അതേ അസോസിയേഷനിൽ തന്നെ ഒരു ഭാരവാഹിത്വമുള്ള ആളാണ് സുധീഷ് എന്ന് പറയുന്നു. അതെനിക്ക് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. എങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇനി അങ്ങനെ ഇരുന്നോട്ടെ, അവരുടെ അന്വേഷണത്തിലെ സാമർഥ്യത്തിന്റെ കാര്യത്തിൽ, പ്രൊഫഷണലിസത്തിന്റെ കാര്യത്തിൽ, കേരള പോലീസിലെ അവരുടെ മികവിന്റെ കാര്യത്തിൽ ഒന്നും ആർക്കും തർക്കമില്ല. ഷഫീറിനുണ്ടോ? അതുകൊണ്ട് തന്നെ മുൻവിധിയോടുകൂടി കാര്യങ്ങളെ കാണുന്നത് എന്തിനാണ് ഷഫീർ? 2 പേരെ അഡീഷണൽ ആയിട്ട് നിയമിക്കുന്നു. 2 പേരെ നിയമിക്കണമെന്ന് SIT ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നു. ആ 2 പേരും CPM-ന്റെ പോലീസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടവർ ആകുമ്പോൾ ഈ പൊതുസമൂഹത്തിൽ ഉയർന്ന ചോദ്യം എന്താണ്? എങ്ങനെയാണ് സംശയം ഉടലെടുക്കുക? നിങ്ങൾ നേരത്തെ പറഞ്ഞ ഷിബുവിനെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയില്ലായിരിക്കും, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. എന്റെ നാട്ടിൽ പാലോടത്തെ CA ആയിരുന്നു, നെടുമങ്ങാടത്തെ CA ആയിരുന്നു, അരുവിക്കരത്തെ CA ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് മറ്റെന്തെങ്കിലും തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം CPM അനുകൂല പോലീസ് സംഘടനയുടെ തിരുവനന്തപുരം റൂറൽ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം? ആ അർത്ഥം ഇങ്ങനെയാണ്, CPM നിയന്ത്രണമുള്ള സംഘടനയുടെ ഒരു തിരുവനന്തപുരം റൂറൽ മേഖലയിലെ പ്രസിഡന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം CPM അനുകൂലി എന്ന് തന്നെയാണ്. എന്തിനാ അദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്യപ്പെടുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞ പാലക്കാടുകാരൻ, അദ്ദേഹത്തിന്റെ മുൻകാല ട്രാക്ക് റെക്കോർഡ് എന്താണ്? CPM അനുകൂലമല്ലേ? CPM അനുകൂലികളായിട്ടുള്ള 2 CA-മാരെ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യം ഇതിനകത്ത് എന്താണ്? നിങ്ങൾ അതിനകത്ത് ഒരു രാഷ്ട്രീയമില്ലാത്ത 2 പേരെ കൊണ്ടുവന്ന് തിരികെ വെച്ചിട്ട് ഹൈക്കോടതിയോട് SIT-യിൽ 2 പേരെ എടുക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം, നിങ്ങൾ വെക്കുന്ന 2 പേർ, അതും കടകംപള്ളിയുടെ ശങ്കർദാസിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ നടപടികളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ്. ഇനി ഒരു കാര്യം കൂടി ചേർത്ത് വെച്ച് പറഞ്ഞുതരാം, കേക്ക്. മുമ്പ് ശബരിമലയിൽ അമ്മണി എന്ന് പറയുന്ന ഒരു ടീച്ചറെ കൊണ്ടുവന്ന് രാത്രി കയറ്റാൻ നോക്കിയല്ലോ. അന്നത്തെ DIG എറണാകുളമായിരുന്ന ശ്രീ ഹരിശങ്കർ. ആരാ ഹരിശങ്കർ? ഹരിശങ്കറിന്റെ ട്രാക്ക് റെക്കോർഡിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പോലീസ് സേവനത്തെയും വില കുറച്ച് കാണുന്നില്ല. പക്ഷേ ഈ ഹരിശങ്കർ എന്ന് പറയപ്പെടുന്ന ആൾ ഇന്നലെയോ മെനിങ്ങാന്നുമാണ് കൊച്ചി കമ്മീഷണറായിട്ട് പിണറായി സർക്കാർ നിയമനം കൊടുത്തിരിക്കുന്നത്. ആരാണെന്നറിയോ അദ്ദേഹത്തിന്റെ പിതാവ് സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ മുൻ RSPയുടെയും CPIയുടെയും നേതാവ് ശ്രീ ശങ്കർദാസ് ആണ്. ഹരിശങ്കർ അറസ്റ്റ് ചെയ്യാൻ പറയോ? ഇങ്ങനെ ഓരോ പോലീസുകാരുടെയും പേരെടുത്തും അവരുടെ പശ്ചാത്തലം പറഞ്ഞും സംഘടനാ ഭാരവാഹിത്വങ്ങൾ പറഞ്ഞും ആക്ഷേപിക്കാൻ തുടങ്ങിയാൽ എല്ലാവർക്കും പല തരത്തിലുള്ള പല കാര്യങ്ങളും പറയാനുണ്ടാകും. അവരെന്ത് പണിയെടുക്കുന്നു എന്നുള്ളത് നോക്കിയാൽ പോരെ?
അവർ അന്വേഷണത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എന്ത് പണിയെടുക്കുന്നു എന്ന് സ്ക്രൂട്ടിനി ചെയ്യാനും വെരിഫൈ ചെയ്യാനും പറ്റുന്ന പൊതുസമൂഹമുണ്ട്, പ്രതിപക്ഷമുണ്ട്. നോക്കൂ, ഒരൊറ്റ നിമിഷം ഷഫീർ, ഒരൊറ്റ നിമിഷം. ഹൈക്കോടതിയുടെ അനുമതി പാതി സത്യമാണെന്ന് താങ്കൾ പറഞ്ഞു. ഹൈക്കോടതി അല്ല നിയമിക്കുന്നത്, പക്ഷേ ഹൈക്കോടതിയുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഈ പെർമിഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ലല്ലോ. കോടതിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കോടതി അതിനകത്ത് ഇടപെടൂലേ? അതുണ്ടായില്ലല്ലോ. ഒരു ടീമിലേക്ക് അംഗത്വം നൽകുക എന്നുള്ളത് തന്നെയാണ് കോടതി എടുത്ത ഡിസിഷൻ. എന്റെ പൊന്ന് റാഷിദ് കേൾക്ക്, അതിങ്ങനെയാണ്. അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ നല്ലതായിരിക്കും, പക്ഷെ അവർ CPM വയസ്സായിരിക്കും. അവരുടെ ട്രാക്ക് റെക്കോർഡ് ഹൈക്കോടതി പരിശോധിച്ചാൽ അതിനകത്ത് ഒന്നും തരത്തിൽ കാണത്തില്ല. അവർ നല്ല ഉദ്യോഗസ്ഥരായിരിക്കും, പക്ഷെ അവരുടെ മൈൻഡ്, അവരുടെ അനുഭാവം, അവരുടെ തീരുമാനം, അവരുടെ രാഷ്ട്രീയ ലൈൻ അത് CPM-ന്റെ അസോസിയേഷൻ പ്രസിഡന്റ് ആണെങ്കിൽ അതിനകത്ത് അവ്യക്തത ഇല്ല എന്ന് റാഷിദ് കണ്ടാൽ റാഷിദ് ഈ പണിക്ക് കൊള്ളുന്ന ആളല്ല. രണ്ടാമത്തെ ചോദ്യം ഞാൻ ഹൈക്കോടതി ഈ പണിക്ക് കൊള്ളുമെന്നോ താങ്കൾ പറയോ? കൊച്ചി ഹൈക്കോടതി അത് ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഹൈക്കോടതി ഈ ചർച്ച കേൾക്കുന്നുണ്ടാവുമല്ലോ. ഹൈക്കോടതി ഇങ്ങനെയുള്ള ചർച്ചകളൊക്കെ കേൾക്കാറുണ്ട്. അവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ആവർത്തിക്കുന്നത് വീണ്ടും. ഹൈക്കോടതിയും കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ. SITയുടെ നിയമനത്തിൽ ഒപ്പുവെക്കപ്പെടുന്ന ഹൈക്കോടതി ഈ ചർച്ച കേൾക്കുന്നെങ്കിൽ കേൾക്കട്ടെ. ഓണറബിൾ ഹൈക്കോടതി, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ അറസ്റ്റ് ചെയ്യണമെന്ന് ആവർത്തിച്ചു പറഞ്ഞ ഡിസംബർ മാസം 5-ന് ശേഷം അന്വേഷണ പുരോഗതിയെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ എന്തുകൊണ്ട് ഉന്നതരിലേക്ക് അന്വേഷണവും അറസ്റ്റും നീങ്ങുന്നില്ല എന്ന് ഓണറബിൾ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരാൾ ദേവസ്വം ബോർഡിന്റെ മെമ്പർ ആയിട്ടുള്ള ശ്രീ ശങ്കരദാസ് ആണ്. ആ ശങ്കരദാസിനെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്യാത്ത കാരണം ശങ്കരദാസിന്റെ മോന്റെ പേര് ഹരിശങ്കർ എന്നാണ്. ആരാ ഹരിശങ്കർ? കൊച്ചി കമ്മീഷണറാണ്. കൊച്ചി കമ്മീഷണറാണ്. ഇനി അതപ്പോ നിങ്ങൾ കാര്യം പറഞ്ഞിട്ടില്ലോ. അപ്പോ സ്വാധീനത്തിന്റെ കാര്യം നിങ്ങൾക്ക് പരിഗണിക്കുന്നു. അതിനെ മറുപടി നമുക്ക് സനോജിൽ നിന്ന് എടുക്കാം. ആക്ഷേപമല്ല, നിങ്ങൾ കേട്ടോ. അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ SIT അറസ്റ്റ് ചെയ്യട്ടെ. അല്ല, ആരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് കോൺഗ്രസ് അല്ല തീരുമാനിക്കുക. ആരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് CPM-ന്റെ താല്പര്യത്തിൽ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ആരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് കോൺഗ്രസും തീരുമാനിക്കേണ്ട, BJP-യും തീരുമാനിക്കേണ്ട, മറ്റാരും തീരുമാനിക്കേണ്ട. സ്വതന്ത്രമായുള്ള അന്വേഷണത്തിലൂടെ അത് തീരുമാനിക്കട്ടെ. ആരെ അറസ്റ്റ് ചെയ്യരുത് എന്ന് CPM തീരുമാനിക്കരുത് എന്നുള്ളതാണല്ലോ നമ്മുടെ ആവശ്യം. നമുക്കിത് സ്വതന്ത്രമായി സുതാര്യമായി അന്വേഷിക്കപ്പെടണമെന്നാണല്ലോ. അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയുന്നില്ല, അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അന്യായമായ രാഷ്ട്രീയ ലാക്കോട് കൂടി അറസ്റ്റ് വൈകിച്ചാൽ അത് ബയസ്, അത് പൊളിറ്റിക്കൽ പിന്നെ തിയറിയുടെ ഭാഗമാണത് എന്നാണ് ഞങ്ങൾ പറഞ്ഞതിനർത്ഥം. ഇനി നിങ്ങൾ സോണിയാഗാന്ധിയെ കുത്തിക്കയറ്റി 2019-ലാണല്ലോ പോറ്റി കട്ടു. ഒരു മിനിറ്റ്, 2019-ലാണല്ലോ പോറ്റി കട്ടു എന്ന് പറയുന്നത്, പോറ്റിയെ കയറ്റി എന്ന് പറയുന്നത്. ആ പോറ്റിയെ കയറ്റിയതുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മകുമാറിന് മൊഴി കൊടുത്തിട്ടുണ്ട്. എന്താണ് മൊഴി എന്നറിയോ? 2019-ൽ ആദ്യമായി സ്വർണ്ണപ്പാടുകൾ ഇളക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ എന്റെ മുമ്പാകെ വന്നത് ദേവസ്വം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാണ്. പത്മകുമാറിന്റെ മൊഴി. ആരാ ദേവസ്വം മന്ത്രി? കടകംപള്ളി സുരേന്ദ്രൻ. ആരാ പോറ്റി ആദ്യമായിട്ട് കട്ടളപ്പാളി എടുത്തുകൊണ്ട് പോവാൻ അനുവാദം ചോദിച്ച് ആദ്യം പോയത് ആരടുത്ത? കടകംപള്ളിയുടെ അടുത്ത്. ഈ കടകംപള്ളി എവിടെ കണ്ടിട്ടുണ്ട്? ഹൈദരാബാദ് എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്, ചെന്നൈ എയർപോർട്ടിൽ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല കഴക്കൂട്ടത്തെ കുറെ വീടുകൾ വെച്ച് കൊടുക്കുന്നതിന്റെ സ്പോൺസർഷിപ്പിൽ കണ്ടിട്ടുണ്ട്. അന്വേഷിക്കട്ടെ, തീർന്നില്ല. ഇന്ന് പ്രമുഖമായ പത്രങ്ങളിൽ വാർത്ത വന്നല്ലോ, SIT അന്വേഷിക്കട്ടെ. 2016 മുതൽ 2019 വരെ 13 വിദേശയാത്രകളാണ് ശ്രീ കടകംപള്ളി നടത്തിയിരിക്കുന്നത്. ആ കടകംപള്ളി നടത്തിയിരിക്കുന്ന വിദേശയാത്രകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, മന്ത്രിയല്ലേ? ശരി, അന്വേഷിക്കട്ടെ. അതിന്റെ കൂട്ടത്തിൽ അടൂർ പ്രകാശും പോറ്റിയും തമ്മിൽ ബന്ധമുണ്ടോ അന്വേഷിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. BRM ഷഫീർ അതിനെ ആക്ഷേപിക്കണ്ട. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ എന്തുകൂടെ പറയാം? ഞാൻ സമയം തന്നിട്ടുണ്ട്, എനിക്ക് മറ്റുള്ളവരിലേക്ക് പോകണം. കൊടുത്തു. അയാൾ ഏതെങ്കിലും പോയിന്റ് പറഞ്ഞോ? ശരി, കേൾക്ക്. ഒന്ന്, അമേരിക്കയിലേക്ക് 2 തവണ പോയി, സ്വകാര്യ സന്ദർശനം. എന്തിന്? കടകംപള്ളി പോയ 2 അമേരിക്കൻ സന്ദർശനം ഇന്ന് വാർത്തയുണ്ട്. എന്തിനു പോയി? സ്വകാര്യ സന്ദർശനം. UAE-ലേക്ക് 4 തവണ പോയി, സ്വകാര്യ സന്ദർശനം. അത് ഏത് കാലയളവിൽ? പോറ്റി കട്ടു എന്ന് പറയപ്പെടുന്ന 2019-ൽ. 2019-2020-ൽ പോറ്റി കട്ടു സ്വർണം കട്ട് കൈമാറി എന്ന് പറയപ്പെടുന്ന കാലയളവിലെ വിദേശ യാത്രകൾ, അമേരിക്കൻ സന്ദർശനവും ദുബായ് സന്ദർശനവും. അന്വേഷിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയ കാര്യം അതെപ്പോഴാ? 2017-ൽ. അന്ന് പോറ്റി കള്ളനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പോറ്റിക്കെതിരെ കേസുണ്ടോ? പക്ഷേ പോറ്റി ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ് അന്ന്. പക്ഷേ ആ പോറ്റിക്ക് അവിടെ ഒരു പ്രിവിലേജ് കിട്ടി എന്നുള്ളതാണ് ശ്രീ പത്മനാഭൻ ചൂണ്ടിക്കാണിക്കുന്നത്. സംഭവിച്ചതറിയോ? ശരി, അല്ല ശ്രീ പത്മനാഭ കേൾക്ക്. പത്മനാഭ, സോണിയാഗാന്ധിക്ക് ഗുരുതരമായിട്ടൊരു അസുഖം വന്നു. അസുഖം വന്നപ്പോ സ്വാഭാവികമല്ലേ, താൻ ബാധി ദൈവം ബാധി എന്ന് പറയപ്പെടുന്ന പോലെ
മരുന്നുകളോടൊപ്പം ദൈവത്തെയും ആശ്രയിച്ചിട്ടുണ്ടാകും. ശബരിമല പോലെ വിളിച്ചാൽ വിളിപ്പുറത്ത് കിട്ടുന്ന ദൈവം, ഏതെങ്കിലും തരത്തിലൊരു കാര്യം ചിന്തിച്ചാൽ അത് പരിഹരിക്കപ്പെടുന്ന ദൈവം, ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന അയ്യപ്പന്റെ ദൂതനാണ് പോറ്റിയെന്നൊന്നും പറഞ്ഞേക്കരുത്. അങ്ങനെയുള്ള അയ്യപ്പന്റെ ശ്രീകോവിലിനകത്ത് അങ്ങനെയൊന്നും പറഞ്ഞേക്കരുത് ശ്രീ ഷഫീർ. നിൽക്കുന്ന ഒരാൾ ഒരു പൂജിച്ച ചരട് കൊണ്ടുവന്ന് കൊടുത്താൽ അതിനങ്ങനെ കണ്ടാ മതി. മറിച്ച് അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തർക്കമുണ്ടോ? അല്ല, അന്ന് പോറ്റിക്കെതിരായി കേസുണ്ടോ എന്നുള്ളത് ഫാക്ടാണ്, അതൊരു ചോദ്യമാണ്. പക്ഷെ ബാക്കിയൊക്കെ പറഞ്ഞതിനോടൊക്കെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അയ്യപ്പന്റെ ദൂതനായിട്ടാണോ പോറ്റി അവിടെ ഫോട്ടോ എടുക്കാൻ പോയത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പോറ്റി പൂജിച്ച് സന്നിധാനത്തിൽ കൊണ്ടുപോയ ചേട്ടാണോ? ഇതൊക്കെ ഏൽപ്പിച്ചതാണോ? ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുക. ഷഫീറിന് എവിടുന്നാ ഈ വിവരം? ശ്രീ ഷഫീർ, ഒരു മിനിറ്റ് കേക്ക്. 2019 സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറഞ്ഞ സമയത്ത് അടൂർ പ്രകാശിനോടും പോറ്റിയോട് പറഞ്ഞോ സ്വർണം കറ്റ് വിൽക്കാൻ പറഞ്ഞോ? അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? സ്വർണം കട്ടതിൽ തീർച്ചയായും കളവ് കണ്ടുപിടിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 18-19 കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കട്ടു മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്വർണം അവിടുന്ന് നഷ്ടപ്പെട്ടത് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോഴാണ്. അത് ഇടതുപക്ഷ മന്ത്രി ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോഴാണ്, ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി ദേവസ്വം പ്രസിഡന്റ് ഇരിക്കുമ്പോഴാണെന്ന കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ ഇപ്പോ ഷഫീർ പറഞ്ഞ ഈ കാര്യം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിനകത്ത് ക്ലാരിറ്റി വേണ്ടതുണ്ട്. ശബരിമല അയ്യപ്പന്റെ അവിടുന്ന് പൂജിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടുവന്ന സോണിയാഗാന്ധിക്ക് അസുഖം പറയാൻ കൊണ്ടുവന്ന ചരടാണ് എന്നുള്ളതൊക്കെ താങ്കൾ പറയുമ്പോൾ എനിക്ക് കൗതുകം തോന്നുകയാണ് കേട്ടോ. കൗതുകം തോന്നുകയാണ്. ഇത് എവിടുന്നാണ് ഈ വിവരം എന്നുള്ളത് താങ്കൾ ഇനി സമയത്തിനനുസരിച്ച് വിശദീകരിച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ കേൾക്ക്. അല്ലല്ല, ഇനി സമയത്തിനനുസരിച്ച് വിശദീകരിക്കാം. പോറ്റിക്കെതിരായി കേസില്ല. ശബരിമലയിൽ വിഹരിക്കുന്നു. ശരി, സനോജിലേക്ക് പോട്ടെ. അന്ന് പോറ്റിക്കെതിരെ കേസില്ല, അത് സമ്മതിച്ചു. ശരി, പക്ഷേ അദ്ദേഹം ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹത്തിന് അയ്യപ്പന്റെ പ്രാർത്ഥനാ ദൗത്യമൊന്നും അദ്ദേഹം ഏറ്റെടുക്കേണ്ടതില്ല. അദ്ദേഹത്തിനെ ആരും ഏൽപ്പിച്ചിട്ടുമില്ല. അയ്യപ്പനെ പോയി കാണാനും പ്രാർത്ഥിക്കാനും ഉണ്ടെങ്കിൽ അത് സ്വമേധയാ ഓരോരുത്തർക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ അയ്യപ്പൻ ഒറ്റ കാര്യം ഷഫീർ, ഞാൻ ഇനി വരാം. താങ്കളിലേക്ക് വരാം. സ്വർണം കെട്ടതിന് ശേഷം പോറ്റി കണ്ടിട്ടുണ്ടോ? ശരി, ഞാൻ വരാം. രണ്ട് ആസ്പെക്ട് ഞാൻ സമ്മതിക്കുന്നു. അതായത് അന്ന് പോറ്റിക്കെതിരെ കേസുണ്ടോ, സ്വർണം കട്ട ശേഷം പോറ്റി കണ്ടിട്ടുണ്ടോ? ശരി, ആയിക്കോട്ടെ. ബാക്കിയുള്ള വാദങ്ങളിലാണ് പക്ഷേ ഞാൻ തർക്കം ഉന്നയിച്ചത്. അത് ചോദിക്കാം ഷഫീർ.